സധൈര്യം പ്രഘോഷിക്കുകയും ആരാധനാക്രമത്തിൽ പങ്കെടുക്കുകയും ചെയ്യുമ്പോഴും വിവേകത്തോടെ അവർ നീങ്ങിയിരുന്നത്. അപ്പോൾ അത് നോമിനേഷൻ വഴിയാണ് ആദ്യകാലങ്ങളിലെല്ലാം വന്നത്. നമ്മൾ ഇലക്ഷൻ നടന്നതിനെക്കുറിച്ചുള്ള ഏറ്റവും പ്രാചീന തെളിവുള്ളൊന്ന് എയോസേബിയസ് എന്ന് പറഞ്ഞ ചരിത്രകാരൻ നൽകുന്നതാണ്. അത് 236 ഉള്ള ഒരു രേഖയാണ്. 236 പറയുന്നത് മാർപ്പാപ്പ മരിച്ചു, പുതിയ മാർപ്പാപ്പ ആരായിരിക്കണമെന്ന് ഇങ്ങനെ ആൾക്കാർ ശങ്കിച്ച് നിൽക്കുമ്പോൾ ഒരു മനുഷ്യൻ്റെ തോളിൽ വെള്ളപ്രാവ് വന്നിരിക്കുന്നു. ആ വെള്ളപ്രാവ് വന്നിരുന്ന പാടുകളെല്ലാം വിളിച്ചു പറഞ്ഞു, ഈ ദൈവത്തിന് അംഗീകാരമുണ്ട്, ദൈവം ഈ വ്യക്തിയിൽ ഈ വ്യക്തിയിൽ ദൈവം പുണ്യം കണ്ടെത്തിയിരിക്കുന്നു, ഇദ്ദേഹം ആകട്ടെ മാർപ്പാപ്പ എന്ന് പറഞ്ഞ് വിളിച്ചു പറയുകയും അദ്ദേഹത്തെ ഫേബിയൻ എന്ന് പറയുന്ന മാർപ്പാപ്പയുടെ പേര് 236 തൊട്ട് 250 വരെ അദ്ദേഹം. അപ്പോൾ അദ്ദേഹം അങ്ങനെയാണ് ജനങ്ങളുടെ ഒരു പങ്കാളിത്തത്തോടു കൂടി മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കുന്ന ഘട്ടം വരുന്നത്.